ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്പാഴ്സ് മെട്രിക്സ് ആണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ പോളിനോമിയൽ പറഞ്ഞു, അഡീഷൻ പറഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു, പോളിനോമിയലിന്റെ അറേ റെപ്രസെന്റേഷൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്പാഴ്സ് മെട്രിക്സ് ആണ്. ഓക്കെ, എന്താണ് സ്പാഴ്സ് മെട്രിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 2 ഡയമെൻഷണൽ അറേ, ഈ 2 ഡയമെൻഷണൽ അറേക്കകത്ത് മോസ്റ്റ് ഓഫ് ദി എലമെന്റ്സ് 0 ആയിരിക്കും. മനസ്സിലായോ? അല്ലെ, ഡാറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും, കൂടുതലുള്ള ഡാറ്റ 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു അഡീഷനോ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലിക്കേഷനോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കൂടുതൽ എലമെന്റ്സ് 0 ആണെങ്കിൽ ആ 0 എലമെന്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി എന്തായിരിക്കും, അത്രയും ഡാറ്റ സ്പേസ് നമുക്ക്, മെമ്മറി സ്പേസ് നമുക്ക് വേണം. അതുപോലെ ആവശ്യമില്ലാതെ കുറേ മൾട്ടിപ്ലിക്കേഷനോ അഡീഷനോ ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു മെത്തേഡിൽ നമുക്കതിനെ റെപ്രസെന്റ് ചെയ്യാം. ഈ ഇങ്ങനെ വരുന്ന non-0 എലമെന്റ് കൂടുതലുള്ള മെട്രിക്സിനെ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ കാണുന്നവർ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ കമന്റ് ഇടാൻ മടി കാണിക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇടുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ഇട്ട് അറിയിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ഇടാൻ നിങ്ങൾക്ക് എന്താന്നുള്ളത് കമന്റിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് സ്പാഴ്സ് മെട്രിക്സ് എന്ന് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കൊരു അറയിലോട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിവിടെ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാല് എന്താണ്, ഒരു 4x4 മെട്രിക്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 4x4 മെട്രിക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, ഇതിനകത്തെ കൂടുതൽ എലമെന്റ്സും 0 ആയിരിക്കും. അതിനെയാണ് സ്പാഴ്സ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആകെ 3 എലമെന്റ് നമുക്ക് non-0 എലമെന്റ് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ 4x4 മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കോളം എങ്ങനെ പറയാം, 0 1 2 3 അല്ലെ. അതുപോലെ റോ നമ്പർ പറയുമ്പോൾ 0 1 2 3 അല്ലെ. ഇങ്ങനെയല്ലേ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, അറേ റെപ്രസെന്റ് ചെയ്യുന്നത്. അതെ, അപ്പൊ ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് non-0 എലമെന്റ് ഉണ്ട് എന്നുള്ളത് നോക്കുക. ആകെ നമുക്ക് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ 3 എലമെന്റേ നമുക്കുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ വേറൊരു മെട്രിക്സിലോട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇതിനെ വേറൊരു മെട്രിക്സിലോട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ വരുമ്പോൾ ഈ മെട്രിക്സിനകത്ത് ഉള്ള കോളമും റോയും എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാല്, ഇവിടുത്തെ കോളം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ മറ്റേ പോളിനോമിയലിൽ പറഞ്ഞ പോലെ ഫിക്സ്ഡ് ആണ്. ഓക്കെ, 3 കോളമാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, 3 കോളം. റോ നമ്പർ എന്ന് പറയുന്നത് ഇവിടുത്തെ non-0 എലമെന്റ് എത്രയുണ്ടോ അത് +1. ഓക്കെ, non-0 എലമെന്റ് എത്രയുണ്ടോ അത് +1 കൊടുക്കുക. അതാണ് ഇതിനകത്ത് റോ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ non-0 എലമെന്റ് എത്രയുണ്ട്, 3 എണ്ണം ഉണ്ടല്ലേ. അപ്പൊ ഇവിടെ എത്ര വരണം, 4 റോ വരണം, 0 1 2 3. ഓക്കെ, അതുപോലെ കോളം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫിക്സ്ഡ് ആണ്, 0 1 2. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ റിസൾട്ട്. ഈ മെട്രിക്സിനെ സ്പാഴ്സ് മെട്രിക്സിനോട്ട് നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. അതായത് കോളം നമ്പർ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, അത് 3 ആയിരിക്കും. റോ നമ്പർ എന്ന് പറയുന്നത് എത്ര non-0 എലമെന്റ് ഉണ്ടോ അത് +1 ആയിരിക്കും അവിടുത്തെ റോ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇതിലോട്ട് എങ്ങനെ എഴുതുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, റോ 0യിൽ നമ്മൾ എന്തൊക്കെ എഴുതണം. റോ 0യിൽ എഴുതേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം അല്ലെ. അതായത് കോളം 0, കോളം 1, കോളം 2 അല്ലെ. അപ്പൊ അതിന് വരേണ്ട എലമെന്റ്സ് എന്ന് പറയുന്നത് ആദ്യം കോളം 0യിൽ വരേണ്ടതെന്ന് പറഞ്ഞാല് ടോട്ടൽ നമ്പർ ഓഫ് റോസ്. ഇത് നമ്മൾ പറഞ്ഞു 4x4 മെട്രിക്സ് ആന്ന് പറഞ്ഞു അല്ലെ. ഇതൊരു 4x4 മെട്രിക്സ് ആണ് അല്ലെ. അപ്പൊ 4x4 മെട്രിക്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റോസ് എത്രയാണ്, 4 ആണ്. അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് കോളം എത്രയാണ് 4 ആണ് അല്ലെ. പിന്നെ വരേണ്ട എന്താണ്, അടുത്ത കോളത്തിൽ വരേണ്ട നമ്പർ ഓഫ് non-0 വാല്യൂ, നമ്പർ ഓഫ് non-0 എലമെന്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് non-0 വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിനകത്തെ നമ്പർ ഓഫ് non-0 വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയുമ്പോൾ ആദ്യത്തില് നമ്പർ ഓഫ് റോസ് എഴുതുക 4, നമ്പർ ഓഫ് കോളംസ് എഴുതുക 4. അടുത്തത് എന്താണ്, നമ്പർ ഓഫ് non-0 എലമെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്, 3 ആണ്. അപ്പൊ എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും എലമെന്റ്സ്, അതാണ് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ റോയ്ക്കകത്ത് നമ്മൾ എഴുതുന്നത്, റോ 0യിൽ നമ്മൾ എഴുതുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് റോസ്, ടോട്ടൽ നമ്പർ ഓഫ് കോളംസ്, ടോട്ടൽ നമ്പർ ഓഫ് non-0 വാല്യൂ. മനസ്സിലായോ? അപ്പൊ ഇവിടെ 3 വാല്യൂ ഉള്ളത് കൊണ്ട് ഇവിടെ എത്ര കൊടുത്തു, 3 കൊടുത്തു. ഓക്കെ, അടുത്ത പറയുന്നത് എന്താണ്, റിമൈനിങ് റോസിൽ നമ്മൾ കൊടുക്കേണ്ട എന്താണ്, 0 വന്നാൽ
സീറോത്ത് കോളത്തിൽ. ഓക്കെ, നെക്സ്റ്റ് റോ സീറോത്ത് കോളത്തിൽ നമ്മൾ പറയേണ്ടത് എന്താണ്? ഇൻഡെക്സ് ഓഫ് റോ വെയർ നോൺ സീറോ എലമെന്റ് ഈസ് ലൊക്കേറ്റഡ്. മനസ്സിലായി? അപ്പൊ ഇവിടെ ആദ്യത്തെ നോൺ സീറോ എലമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? 3 ആണ് അല്ലെ? അപ്പൊ ഇവിടുത്തെ റോ എത്രയാ? 0. ഇതിന്റെ കോളം എത്രയാ? 2. ഓക്കെ അല്ലേ? ഇവിടുത്തെ റോ എന്ന് പറയുന്നത് 0, ഇവിടുത്തെ കോളം എന്ന് പറയുന്നത് 2 ആണ്. അപ്പം ഈ റോ പറയുമ്പോൾ എത്ര കൊടുക്കും? ഇവിടെ 0 കൊടുക്കും. അടുത്തതിലെ ഇൻഡെക്സ് ഓഫ് കോളം ആണ് പറയുന്നത്, അത് എത്രയാണ്? 2 കൊടുത്തു. ഇവിടുത്തെ എലമെന്റ്, ഈ പർട്ടിക്കുലർ പൊസിഷനിലെ എലമെന്റ് എഴുതുക 3. ഓക്കെ അല്ലേ? ആദ്യം പറഞ്ഞെന്താണ്? ഇൻഡെക്സ് ഓഫ് റോ വേർ നോൺ സീറോ എലമെന്റ് ഈസ് ലൊക്കേറ്റഡ്. അപ്പൊ ആദ്യത്തെ നോൺ സീറോ എലമെന്റ് എന്ന് പറയുന്നത് 3 ആണ്. അതിന്റെ റോ നമ്പർ എടുത്തു, അടുത്തതിനകത്ത് അതിന്റെ കോളം നമ്പർ എടുത്തു, അതിന്റെ അടുത്തതിനകത്ത് അതിന്റെ എലമെന്റ് എടുത്തു. ഓക്കെ, അടുത്ത പറയുന്നത് എന്താണ്? നെക്സ്റ്റ് റോ വരുമ്പോ എന്തായി? ഇവിടെ അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് 1 ആണ് അല്ലെ? അപ്പൊ ഇവിടുത്തെ റോ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്, കോളം നമ്പർ 1 ആണ്, എലമെന്റും 1 ആണ്. ഓക്കെ, അടുത്തതിൽ വരുമ്പോ എന്തായി? റോ നമ്പർ 3 ആണ്. ഓക്കെ, കോളം നമ്പറും 3 ആണ്, എലമെന്റ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ അല്ലേ? ഇതാണ് ഇതിന്റെ റിസൾട്ടന്റ്. നമ്മുടെ സ്പാർസ് മെട്രിക്സിലോട്ട് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ നമ്മളൊരു 4x4 മെട്രിക്സ് എടുത്തപ്പം ഇവിടെയും 4x4 തന്നെ വരണം എന്നില്ല. എന്തുകൊണ്ടാണ് ഇവിടെ 4 വന്നതെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഇവിടെ 4 റോസ് വന്നത്? ഇവിടുത്തെ നമ്പർ ഓഫ് നോൺ സീറോ എലമെന്റ് +1. ഓക്കെ, അതാണ് ഇവിടുത്തെ റോ നമ്പർ എന്ന് പറയുന്നത്. കോളം നമ്പർ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. എന്തൊക്കെയാ വരുന്നത് അതിനകത്ത്? റോ റെപ്രസെന്റ് ചെയ്യണം, കോളം റെപ്രസെന്റ് ചെയ്യണം, നോൺ സീറോ എലമെന്റ് റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അവിടെ ഫിക്സ്ഡ് ആണ്, അതിന്റെ കോളം നമ്പർ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്കിവിടെ കിട്ടിയപ്പോൾ എത്രയാണ്? ഒരു 4/3 മെട്രിക്സ് ആണ് നമുക്കിവിടെ കിട്ടിയത്. ഓക്കെ അല്ലേ? ഇനി ഇതിനെ നമ്മൾ എങ്ങനെ ഒരു പ്രോഗ്രാം വഴി നമുക്ക് ഇതിനെ എങ്ങനെ ഇതിലോട്ട് എഴുതാം എന്നുള്ള ആ കോഡിങ് നമുക്ക് എങ്ങനെ വരും നോക്കാം, അതിന്റെ ലോജിക്ക് എങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ കോഡിങ് എങ്ങനെ എഴുതുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്ന എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഈ കോഡിങ് ഞാൻ ലാസ്റ്റിൽ പിൻ ചെയ്തേക്കാം. ഓക്കെ, വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റിലായിട്ട് കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ ഈ പറഞ്ഞ പോലെ 2 മെട്രിക്സ് വേണം അല്ലെ? ആദ്യത്തെ മെട്രിക്സ് 10/10 ആയിട്ട് ഡിക്ലെയർ ചെയ്തു. രണ്ടാമത്തെന്ന് പറഞ്ഞാല് 3 കോളം മതി അല്ലേ? അപ്പൊ നമ്മൾ ഒരുപാട് സ്പേസ് അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. കോളം 3 തന്നെ കൊടുത്തു, റോ ഞാൻ 10 ആയിട്ട് തന്നെ കൊടുത്തു. കാരണം ഇവിടെ വരുന്ന മെട്രിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ റോ നമ്പർ മാറുന്നത് അല്ലെ, ചേഞ്ച് ചെയ്യും ഇവിടെ. പിന്നെ പറഞ്ഞത് I ഉണ്ട്, J ഉണ്ട്, K ഉണ്ട് അല്ലെ? K ഞാൻ ഇവിടെ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ ഇവിടെ പറഞ്ഞ സമയത്ത് പറഞ്ഞു K 0th റോയില് നമ്മൾ ഇവിടെ കൊടുക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ലൂപ്പിനകത്ത് പറയുന്ന കാര്യമല്ല അല്ലെ? ഇവിടെ വരുന്ന നമ്പർ ഓഫ് റോസ്, നമ്പർ ഓഫ് കോളംസ്, പിന്നെ വരുന്ന നമ്പർ ഓഫ് നോൺ സീറോ എലമെന്റ്സ്. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ 0th റോ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 1 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ലൂപ്പിനകത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ K 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തത്. പിന്നെ പറഞ്ഞത് M ഉം N ഉം 2 വേരിയബിൾ, അതായത് നമ്പർ ഓഫ് റോസ്, നമ്പർ ഓഫ് കോളംസും. ഓക്കെ, അത് M ഉം N ഉം ആയിട്ട് ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ സ്കാനഫിനകത്ത് M ഉം N ഉം റീഡ് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ ആംപർസൻഡ് സിമ്പൽ കൊടുക്കണം. അതുപോലെ ഈ സ്കാനഫിനകത്ത് %d സ്പേസ് ഒന്നും കൊടുക്കാൻ പാടില്ല. അതൊക്കെ നമ്മൾ സിയിൽ പറയുന്ന കാര്യങ്ങളാണ് അല്ലേ? നമ്മൾ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. എന്നാലും ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിലാണ് അറിയണം എന്ന് വെച്ചിട്ടാണ് ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ ഇവിടെ സ്പേസ് കൊടുക്കരുത്. അതുപോലെ ഇവിടെ ആംപർസൻഡ് സിമ്പൽ കൊടുക്കണം. അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എറർ ഒന്നും വരില്ല. ഓക്കെ, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഒന്നും ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? ഇവിടെ നമ്മൾ ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ്? 2 ലൂപ്പ് വേണം അല്ലെ? മെട്രിക്സ് ആകുമ്പോൾ 2 ലൂപ്പ്, നെസ്റ്റഡ് ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നെസ്റ്റഡ് ലൂപ്പ് പറഞ്ഞു I = 0, I <m, I++ പറഞ്ഞു. അതുപോലെ ഇന്നർ ലൂപ്പിനകത്ത് എന്ത് പറഞ്ഞു? J = 0, J <n, J++. അതായത് M/n മെട്രിക്സിന്റെ ഫോർമാറ്റ് നമ്മൾ ഇങ്ങനെയാണ് ഫോർ ലൂപ്പിന് കൊടുക്കുന്നത് അല്ലെ, നെസ്റ്റഡ് ലൂപ്പായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? ഇവിടെ സ്കാനഫ് പറഞ്ഞിട്ട് വാല്യൂ റീഡ് ചെയ്തു. ഓക്കെ അല്ലേ? സ്കാനഫ് പറയുമ്പോൾ ഇവിടെ അതിനെ %d കൊടുത്ത് കോമ കൊടുത്തിട്ട് ആംപർസൻഡ് സിമ്പൽ കൊടുക്കണം അല്ലെ? ഓരോ എലമെന്റ് ആയിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അത് ഫുൾ റീഡ് ചെയ്തതിന് ശേഷം അപ്പൊ ഈ മെട്രിക്സ് ഇവിടെ റീഡ് ചെയ്ത് കഴിഞ്ഞു. റീഡ് ചെയ്തതിന് ശേഷം ഇനി എന്താണ്? നമ്മൾ ഇതിലോട്ട് റെപ്രസെന്റ് ചെയ്യണം അല്ലെ? ഇങ്ങനെ ഒരു മെട്രിക്സിലോട്ട് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യണം. അതിന് വേണ്ടി വീണ്ടും 2 ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. 2 ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്
I is equal to 0, I less than m, I plus plus, j is equal to 0, j less than n, j plus plus പറഞ്ഞു. അതിനകത്ത് നമ്മൾ കണ്ടീഷൻ ഇടണം അല്ലേ? നമ്മൾ പറഞ്ഞു ഇവിടെ നോൺ സീറോ എലമെന്റ് ആണെങ്കിൽ മാത്രം ഇവിടെ റൈറ്റ് ചെയ്ത് പോയാൽ മതി അല്ലെ? നോൺ സീറോ എലമെന്റ് ആണെങ്കിൽ മാത്രം നമ്മൾ റൈറ്റ് ചെയ്ത് പോയാൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ കണ്ടീഷൻ ഇടുക, ഇഫ് a of ij നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ? c of k, അതായത് k ബിഗിനിങ്ങിൽ എത്രയാ 1 ആണ്. അപ്പൊ c of k 0 ഈക്വൽ ടു എന്താണ്? i യുടെ വാല്യൂ. അതുപോലെ c of k 1 ഈക്വൽ ടു എന്ത് പറഞ്ഞു? j യുടെ വാല്യൂ. അതുപോലെ c of k 2 ഈക്വൽ ടു a of ij, അതായത് ഇവിടുത്തെ നമ്പർ ഈ എലമെന്റ് അല്ലെ, ഈ 3 എന്നുള്ള എലമെന്റ്. ബാക്കി ഐയും ജെയും നമ്മൾ ഇവിടെ ഇൻക്രീസ് പറയുന്നുണ്ട്, പക്ഷെ കെയുടെ കൺട്രോൾ നമ്മൾ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് കൊടുക്കണം? ഇവിടെ k പ്ലസ് പ്ലസ് നമ്മളിവിടെ പറയണം. ഓക്കെ, k പ്ലസ് പ്ലസ് പറയണം. അപ്പൊ ഇത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത റോ എടുത്തു അല്ലെ, k എന്തായി? k ഇൻക്രീസ് ചെയ്തിട്ട് 1 ൽ നിന്ന് 2 ആയി അല്ലെ? 2 ആകുമ്പോഴേ ഇവിടെ എന്താണ്? k 2 ആയി. അപ്പൊ 2 0 അല്ലെ? 2 0 ഐയുടെ വാല്യൂ, ഇപ്പോഴത്തെ ഐയുടെ വാല്യൂ സ്റ്റോർ ചെയ്തു, അതായത് ഈ 1. അടുത്തത് k ഇപ്പൊ 2 ആണ്, ഇത് എത്രയാണ്? 1 ആണ്. ഓക്കെ, അതിനകത്ത് ജെയുടെ വാല്യൂ സ്റ്റോർ ചെയ്തു. ജെയുടെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറയുമ്പോൾ എന്താണ്? ഈ 1 ഇവിടെ സ്റ്റോർ ചെയ്തു. അടുത്തത് 2, കെയുടെ വാല്യൂ 2 ആണ്, ഇത് 2 ആണ് അല്ലെ? അപ്പം ഐ ജെ എടുക്കാൻ പറഞ്ഞപ്പോൾ എന്താ? ഈ 1 ഇവിടെ സ്റ്റോർ ചെയ്തു. അതായത് ഈ പർട്ടിക്കുലർ പൊസിഷനിലെ വാല്യൂ അവിടെ സ്റ്റോർ ആയി. പിന്നെ റോ നമ്പർ 1 ആണ്, കോളം നമ്പർ 1 ആണ്, എലമെന്റ് 1 ആണ്. ഓക്കെ, അത് റിപ്പീറ്റ് ചെയ്യാം. അടുത്ത് വരുമ്പോഴും അതാണ്. റോ നമ്പർ എന്ത് എടുത്തു? റോ നമ്പർ ഏതാണ്? 3 ആണ്, കോളം നമ്പർ 3 ആണ്, അടുത്തത് എലമെന്റ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അത് ഈ ഒരു ലൂപ്പിനകത്ത് നമ്മളത് റൈറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? റൈറ്റ് ചെയ്തു. അതിനുശേഷം ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ ഇതിൽ നിന്ന് ലൂപ്പിൽ നിന്ന് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ നമ്പർ ഓഫ് റോസ് എവിടെ ഉണ്ട്? നമ്പർ ഓഫ് പിന്നെ നോൺ സീറോ എലമെന്റ് അല്ലെ, അത് മാത്രമാണ് നമ്മൾ കൗണ്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇവിടെ റൈറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ എത്ര നമ്പർ ഓഫ് ടൈംസ് ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തോ അത്രയും, ഈ ഇഫ് വർക്ക് ചെയ്തോ അത്രയും എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. ഇവിടെ നോൺ സീറോ എലമെന്റ് ആണ് കണ്ടീഷൻ പറഞ്ഞത്, നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഈ നോൺ സീറോ എലമെന്റ് ഇവിടെ കെയിൽ കൗണ്ട് ചെയ്യും അല്ലെ. ഇതിന് ഔട്ട് ചെയ്യുന്ന സമയത്ത് കെക്കകത്ത് ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ കൊടുക്കുക? ഇതിനകത്ത് 0th റോ നമ്മൾ റൈറ്റ് ചെയ്തിട്ടില്ല അല്ലെ, ഈ റോ നമ്മൾ റൈറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ റോ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് c of 0 0 ഈക്വൽ ടു ടോട്ടൽ നമ്പർ നമ്മളിവിടെ റീഡ് ചെയ്യുന്നുണ്ട്, m, ടോട്ടൽ നമ്പർ ഓഫ് റോസ് അല്ലെ. അടുത്ത ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് n-ലുണ്ട്. അപ്പൊ 0 1 n റൈറ്റ് ചെയ്തു. അപ്പൊ ഇവിടെയും ഈ 4 4 എന്നുള്ളത് വന്നു. അടുത്തതിൽ എന്താണ്? നമ്പർ ഓഫ് നോൺ സീറോ എലമെന്റ് ആണ്. നോൺ സീറോ എലമെന്റ് ഈ ഇഫിനകത്ത് കൗണ്ട് ചെയ്ത് പോയിരിക്കുന്ന k എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പൊ k എടുത്തിട്ട് നമ്മൾ അതിൽ അസൈൻ ചെയ്ത് കൊടുക്കാം. എടുത്ത് നമുക്ക് ഇവിടെ ആദ്യം എഴുതാൻ പറ്റൂല. എന്തുകൊണ്ടാ? നമ്പർ ഓഫ് റോസ് നമുക്ക് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ പൊസിഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഫസ്റ്റ് റോ നമ്മൾ അവിടെ കൊടുത്തത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ ലോജിക്ക്. ഇപ്പൊ ഇത് എന്തെങ്കിലും ഷെയ്ഡ് കൊണ്ട് ഇത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഇത് സെപ്പറേറ്റ് എടുത്തിട്ട് ക്ലിപ്പ് എടുത്തിട്ട് അതിന്റെ ലാസ്റ്റിൽ കൊടുത്തേക്കാം, വീഡിയോയുടെ ലാസ്റ്റിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു വന്നത് എന്താണ്? സ്പാർസ് മെട്രിക്സ് ആണ്. ഇതിനകത്ത് നമ്പർ ഓഫ് നോൺ സീറോ എലമെന്റ്സ് നമ്മൾ എങ്ങനെ കൗണ്ട് ചെയ്യും, അതുപോലെ അതിനകത്ത് അതിനെ എങ്ങനെ മറ്റൊരു അറയിലോട്ട് റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ കാണുന്നവർ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കമന്റ് ഇടുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് യെസ് ഓർ നോ എങ്കിലും ഒരു കമന്റ് ഇതിലൂടെ അറിയിക്കുക. ഓക്കെ, കാരണം ഒരുപാട് ടൈപ്പ് ചെയ്യാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ എസ് എന്നോ നോ എന്നോ അല്ലെ, മനസ്സിലായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എസ് എന്നും അല്ലെങ്കിൽ നോ എന്നും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് എന്താന്നുള്ള റിവ്യൂ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ അതിന്റെ കമന്റ് ഒന്ന് അറിയിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.